ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബിജി രാജേഷ്. യൂണിഫോം ഷർട്ടിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ബട്ടൺസ് വയ്ക്കുന്ന ഭാഗം ഒരടിപ്പടിച്ച് കൊടുക്കുക, മടക്കി തയ്ച്ച് കൊടുക്കുക. ബട്ടൺസ് വയ്ക്കുന്ന ഭാഗവും ബട്ടൺ ഹോളിൻ്റെ ഭാഗവും ഇപ്പുറ സൈഡും 1 ഇഞ്ച് വീതിയിൽ അടിച്ചു കൊടുക്കുക, മടക്കി തയ്ച്ച് കൊടുക്കുക. അതിനുശേഷം ബാക്ക് പാർട്ട് എടുത്തിട്ട് അതിന്മേ മുകളിൽ യോക്ക് പാർട്ട് വയ്ക്കണം. യോക്ക് പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല പുറത്ത് വെക്കുക ഒരു ഭാഗം, അതിൻ്റെ അടിയിൽ ഒരു ഭാഗം വെച്ച് കൊടുക്കുക. ഷർട്ടിൻ്റെ നല്ല സൈഡിൽ യോക്ക് പാർട്ട് ഒരെണ്ണം വയ്ക്കുക, പൊട്ടവശത്തും തിരിച്ച് വെച്ച് കൊടുക്കുക. സെൻറ്റർ നോക്കി അടയാളപ്പെടുത്തിയിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് മറിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗവും 2 യോക്ക് അടിച്ചതും മുകളിലേക്ക് മറിച്ചിടുക. എന്നിട്ട് അതൊന്ന് പതിപ്പിച്ച് ഒന്ന് ഇതാക്കുക, തേച്ച് റെഡിയാക്കിയാലും മതി. അതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്യുക, പതിപ്പിച്ചൊന്ന് അടിക്കുക. പതിപ്പിച്ചടിച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ച് വീതിയിൽ, അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒരു തയ്യലും കൂടിയും കൊടുക്കുക യോക്ക് പാട്ടുമ്മ. അതിനുശേഷം തയ്യൽ തുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, നമുക്ക് ഷേപ്പാക്കാം. സ്ലീവ് വയ്ക്കുന്നിടത്തും നെക്കിൻ്റെ അവിടെയും ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ടും നല്ല ഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് വെച്ച് നമ്മൾ ചുരിദാറൊക്കെ തയ്ക്കുന്ന പോലെ തന്നെ. അതിനുശേഷം ഈ യോക്കിൻ്റെ ആ ഭാഗങ്ങൾ തമ്മിൽ നെക്കിൻ്റെ ഉള്ളിൽ കൂടെ ജോയിൻ ചെയ്യണം, ഇങ്ങനെ മറച്ച് വെച്ചിട്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ചുരുണ്ടാണ് ഇരിക്കുക. അത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം അതതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം. ഞാൻ യോക്ക് തയ്ക്കണ ഒരു വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ടത് തിരിച്ചിടാം. അതിന് ശേഷം സ്ലീവ് വയ്ക്കുക. സ്ലീവുമ്മ ഞാൻ ഈ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട് യൂണിഫോമുമ്മ. അത് തയ്ക്കുന്നതും കോളർ തയ്ക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ അത് ഭയങ്കര ലെങ്തായി പോവും വീഡിയോ. എന്നിട്ട് സ്ലീവ് തയ്ക്കുമ്പോൾ നമ്മളൊരു 1/4 ഇഞ്ച് നീക്കിയിട്ടിട്ട് അടിക്കണം. ആ നീക്കിയിട്ട ഭാഗം ഇപ്പുറ സൈഡ് നമ്മൾ പൊട്ടവശം അടിക്കുമ്പോൾ മടക്കി വെച്ചിട്ടൊന്ന് അടിക്കുക. ഉള്ളിലേക്കായിട്ട് തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിൽ വേണം അടിച്ചു കൊടുക്കാനായിട്ട്. ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും കട്ടിങ് വീഡിയോയും ഞാൻ ഇടാം, ഇനി ഇടാം. അതിനുശേഷം അതൊന്ന് പതിപ്പിച്ചടിക്കുക. അതിന് ശേഷം അടിവശം മടക്കി അടിക്കാം. ഞാൻ സൈഡ് ലോക്കാണ് ചെയ്തേക്കുന്നത്, ഇൻ്റർലോക്ക് ചെയ്തേക്കാണ്. അപ്പോൾ അത് കാരണം അരിവശം മടക്കി അടിക്കുന്നത് കാണിക്കാനത്. ഇനി അരിവശം മടക്കി അടിക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടി മടക്കി അടിക്കുക. ലോക്ക് ചെയ്തേക്കണം സൈഡ്. കയ്യുമത പച്ച വെച്ചിട്ടുണ്ട്, കോളറുമേയും ആ പച്ച കളർ തന്നെയാണ്. അത് രണ്ടും തയ്ക്കുന്ന വീഡിയോ ഞാൻ വേറെ ഇടാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ലുക്ക്. താങ്ക്സ്.